ചേച്ചി ഒരു സിംഗിൾ മദറാണ്. അപ്പം സിംഗിൾ മദേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം പറയാമോ? ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് അത് സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാവാം. സമൂഹത്തിൽ നിന്ന് ചോദ്യം മാത്രമല്ല, നമ്മൾ സിംഗിൾ മദറാണോ, നമ്മളൊന്ന് ഉടുത്തൊരുങ്ങി പോയോ. ഇപ്പോൾ ഉടുത്തൊരുങ്ങി പോയി കഴിഞ്ഞാൽ അവൾ പോകുന്നതേ അവൾ വേറെ എന്തോ കാര്യത്തിലാണ് പോകുന്നത്, അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളൂ. സിംഗിൾ മദറായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് അപവാദം തന്നെയാണ്. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും അവർ പറയുന്നത് നമ്മൾ മോശമാണ്, ശരിയല്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ പതിവ്രതയായിട്ട് ജീവിച്ചിട്ട്. പക്ഷെ അതേസമയം ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അനുഭവിക്കുമ്പോഴും അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു പറ്റം കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് എന്നെ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഈ സുഹൃത്തുക്കൾക്ക് പോലും അറിയാം എൻ്റെ ഫാമിലി ലൈഫ് എന്തെന്നുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ പപ്പയുടെ കാര്യമാണെങ്കിലും അവർക്കറിയാം. എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ഇതിപ്പോൾ പറയാൻ കാരണം, എനിക്ക് ഇങ്ങനൊരു കമൻസ് വരുമ്പം എനിക്കതിനെ പേടിയാണ്. കാരണം പേടിയാന്ന് വെച്ചാൽ എനിക്ക് എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ മോള് വളർന്നു വരുന്നല്ലേ, അവളെ സമൂഹം എങ്ങനെ കാണും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫാമിലിയിൽ ചോദിച്ചിട്ട് ഞാൻ ഇന്നിപ്പം ഈ ഒരു കാര്യം ഞാൻ പറയണ്ട, അതായത് ഞാൻ മരിക്കുമ്പം എന്നിലൂടെ പോകേണ്ട കാര്യം അങ്ങനെ കുഴിച്ചുമൂടി പോട്ടെ എന്ന് വെച്ചൊരു സംഭവമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് എനിക്കൊരു സങ്കടവും ഇല്ല. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ കോണ്ടാക്ട്സ് ഉണ്ട്. മോളുടെ സൈഡിൽ നിന്ന് ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ അവളാണ്. അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെ ബോധിപ്പിക്കണ്ടേ, ആരെ മമ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ കമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കമൻസ് കണ്ടപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. കമൻസ് കണ്ട കരയും. ഞാൻ ഇത്രയും ബോൾഡായിട്ട് ചിന്തിക്കുന്ന ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. എനിക്ക് എന്ത് വന്നാലും അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയടുത്തും മോളുടെ അടുത്തും പോയിട്ടാണ് ഞാൻ കരയുന്നത്. ഇപ്പം അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ആർട്ടിസ്റ്റുകൾക്കറിയാം, ഇമോഷണലി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അവിടെ ഞാൻ കരയുന്നുണ്ടോ അല്ല എൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ സജനയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവളും ഇമോഷണലി അത്രത്തോളം വീക്കായി, അല്ല ഇമോഷണലി വീക്കിൻ്റെ മാത്രമല്ല, ഇപ്പം ഒരാൾ അനുഭവിക്കുമ്പോഴേ മറ്റൊരാളുടെ വേദന എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇമോഷണലി ഞാൻ നല്ല വീക്കാണെന്നുള്ളതും വിഷമങ്ങളുണ്ടെന്നുള്ളതും ഒക്കെ അറിയാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് പിടിച്ചു നിൽക്കും. എന്താ വെച്ചാൽ പിടിച്ചു നിൽക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ മോൾ എനിക്ക് ഭയങ്കര ബാക്ക് ബോൺ, എൻ്റെ ബാക്ക് ബോൺ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലേ ഞാൻ തകരുള്ളൂ. അതുവരെ എൻ്റെ കൊച്ചെൻ്റെ അടുത്തോളം ചേച്ചിക്ക് ജീവിക്കേണ്ട ഒരു പ്രചോദനം തന്നെ മോളാണ്. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ എന്തിനേക്കാളും എനിക്ക് ഇനി നാളെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഇനിയിപ്പോൾ വേറൊരാളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത്. അത് അവളെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടിക്കും ഞാൻ നിൽക്കത്തില്ല. അതിപ്പം സെക്കൻഡ് മാരേജ് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ അവളെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതാണ് എന്നോട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഇപ്പോഴും ഇമോഷണലി അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, ബോൾഡൊന്നും ആയിട്ടില്ല, വീക്കാണ് ഇപ്പോഴും. പക്ഷേ എന്നാലും മമ്മി പിടിച്ച് നിൽക്കണം. മമ്മി പിടിച്ച് ആരെ ബോധിപ്പിക്കണ്ടേ, എന്തിന്, എൻ്റെ അമ്മ ചീത്തയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കല്ല അറിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആ ആൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അവരെ വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിക്കാൻ നിൽക്കരുത്, അല്ലേ? അത് ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമായ കുറച്ച് കമൻസ് ഇങ്ങനെ വന്നപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസത്തെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അവർ ചിന്തിക്കണം, അവർക്ക് നാളെ ഇതൊക്കെ സംഭവിച്ചുകൂടെ. മറ്റൊരാളുടെ അടുത്ത് ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് എൻ്റെ ലൈഫ് പറയുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോഴോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നമ്മൾ ഇമോഷണലി വീക്കാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ഒരാളുടെ തോളെ ചായ നമുക്ക് തോന്നും. അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും നമ്മൾ തകർന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരോട് പോയി കാര്യങ്ങൾ പറയും. നമുക്കതൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവിടെ പോയി പറയുന്നത്. അത് ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് വേറൊരു കാര്യമുണ്ട്, കേൾക്കുന്ന ആൾക്ക് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, ഇതെല്ലാം കേൾക്കുന്ന ആൾക്കാർക്ക് അത് വെറും ഒരു കഥയാണ് അവർക്ക്. നമ്മുടെ ലൈഫ് എന്തെന്നുള്ളതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് എന്തെന്നുള്ളതും നമുക്ക് മാത്രമേ അറിയൂ.
ഈ പറയുന്ന കമൻ്റ് ഇടുന്നവർക്കും ഈ കൂടെ നിന്ന് എന്താ പറയുക പുറകെ കൂടെ കളിച്ചിട്ട് കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്കറിയില്ല നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തെന്നുള്ളത്. നമ്മൾക്കാണ് അതൊരു എന്താ നമ്മുടെ അനുഭവങ്ങളാണത്, മറ്റുള്ളവർക്ക് അതൊരു കഥയാണ്. അത് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കുക ചെയ്യുന്നു. ആരോടും ഞാൻ പോയി പറയത്തില്ല. പറഞ്ഞിടത്തോളം എനിക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു കുറ്റമായിട്ടല്ല പറഞ്ഞത്, ഞാൻ അനുഭവിച്ച എൻ്റെ വേദനകളായിരിക്കും പറയുന്നത്. അത് പുറകെ കൂടെ ചെന്നിട്ട് നമുക്കിട്ട് പാരവയ്ക്കുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, മോശമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ഭയങ്കര മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ എന്താ മോശം? ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മോശമായി ആയിക്കൂടെ? അതെ. ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് മോശമായിക്കൂടെ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ എന്താ എല്ലാവരും മോശമാണോ? അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പല സാഹചര്യത്തിലും വന്ന് അഭിനയിച്ചു പോകുന്നവരാ. അവരാരും മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാ ഫീൽഡിലും നല്ലതും ചീത്തയും. അതാ പറഞ്ഞ എല്ലാ ഫീൽഡിലും ഉണ്ട് നല്ലതും ചീത്തയുണ്ട്. പിന്നെ ഓരോ സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പെൺകൊച്ചുങ്ങളെയും കുറ്റം പറയത്തില്ല. അത് ഓരോരുത്തരുടെ സാഹചര്യമാണ്.